ത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലക്കൽ ഹംദു വലക ശുക്രിയ അല്ലാഹ്. അതിനിടയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമായി കടന്നു വന്നതുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ അതിലേക്ക് യാത്ര ചെയ്തു. മുഹ്യിദ്ദീൻ മാലയിലെ അതിൻ്റെ ഇഷ്കിൻ്റെ മഷിക്കുപ്പിയായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് ജീലാനി വചനപ്രസാദം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനാൽ ചതിയിൽ പേടുവാന്ന് കേട്ടാരേ, എളുവദാമാനീനെ ഉസ്താദ് കണ്ടോവാർ. മുഹ്യിദ്ദീൻ മാലയുടെ 24-ാമത്തെ വചനമാണത്. അതിനാൽ ചതിയിൽ പെടുവന്ന് കേട്ടാരെ, എളുവദമാനീനെ ഉസ്താദ് കണ്ടോവാർ. ഏതാണ് ഈ മാൻ? ഏതാണ് 70 മാൻ? നമുക്ക് പറയാം. അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മേന്മകൾ കാരണം പ്രശസ്തി കഴിവന്നപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് ഭയപ്പെടണം എന്ന് ഷെയ്ഖ് അവറുകളെ തൻ്റെ ഉസ്താദ് അറിയിച്ചു. ഹബീബിങ്ങളെ, ഈ പ്രശസ്തി എന്ന് പറയുന്നത് ഏതു മനുഷ്യനെയും ഒരു പക്ഷെ കീഴ്പ്പെടുത്തിക്കളയും. അള്ളാഹുവിൻ്റെ മഅരിഫത്തിൻ്റെ ജ്ഞാനം ഹൃദയത്തിൽ കടക്കാത്ത, നൂറിൻ്റെ പ്രകാശം ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഭൗതിക പ്രമത്തത അവനുണ്ടാകും. ദുനിയാവിനോട് ഭയങ്കരമായ മോഹങ്ങൾ ഉണ്ടാവും പ്രശസ്തനായി കഴിഞ്ഞാൽ. എന്താ കാരണം? അറിയപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് കാറ് വേണം, എനിക്ക് ലോറി വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം. അപ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മൾ നിബന്ധനകൾ വെക്കാൻ വേണ്ടി തുടങ്ങും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു കുഴപ്പം, പ്രശസ്തനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു കുഴപ്പം, അഹങ്കാരം അവനെ പിടികൂടുമെന്നാണ്. അല്ലേ? പ്രശസ്തി ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഞാൻ പ്രശസ്തനാകണം, ഞാൻ എക്സ്പോസ് ചെയ്യപ്പെടണമെന്ന്. അതുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയ എത്രയധികം ജനകീയമായിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ് ഈ ടിക്ടോക്ക് ഇത്ര ജനകീയമായ കാരണം? ടിക്ടോക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അഭിനയ സിദ്ധിയൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അത് ശരിയാണോ തെറ്റാന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒന്ന് പ്രശസ്തനാകണമെന്ന്. അതിന് എന്ത് തെറ്റും ചെയ്യാൻ മനുഷ്യനിപ്പോൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രശസ്തനാകാൻ വേണ്ടി എന്ത് തെറ്റും മനുഷ്യപ്പോൾ ചെയ്യും. അങ്ങനെയാണ് ടിക്ടോക്കിലൂടെ നമ്മുടെ ഒരുപാട് സഹോദരിമാർ, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, ഞാനത് ഉപയോഗിക്കുന്ന ഒരാളല്ല, എന്നാലും അതിൻ്റെ ചില വീഡിയോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുമല്ലോ. പിന്നെ ചില ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആധികാരികമായി പഠിക്കണം. എനിക്കതിനെക്കുറിച്ച് ഇങ്ങനെ വരുന്ന വീഡിയോ എന്നല്ലാതെ അതിൻ്റെ ടെക്നിക്കലി എങ്ങനെയാണ് വശമെന്നറിയില്ല. എന്തായാലും ഒരുപാട് ആളുകൾ സ്വന്തം ആയി എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. പ്രശസ്തിയാണ്. ഇപ്പോൾ ദുനിയാവിൽ നമ്മൾ അറിയുന്ന കുറേ ആളെടുത്ത് പരിശോധിച്ച് നോക്കൂ. പ്രശസ്തിയിലെത്തുമ്പോൾ അവർ പിന്നിട്ട കാലങ്ങളൊക്കെ മറന്നു പോകും ചിലപ്പോൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പ്രശസ്തനായി. അപ്പോൾ ഉസ്താദ് ഭയപ്പെട്ടു പോയി. തൻ്റെ ശിഷ്യൻ എങ്ങാനും ഇനി ദുനിയാവിൻ്റെ പ്രമത്തതയിൽ വീണുപോകുമോ എന്ന് സംശയിച്ചു. ഒരാൾ ചോദിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉഷാറായി എങ്ങനെ ഒപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയ നമ്മുടെ വാട്ടർ സപ്ലൈയുടെ ഇതുവരെ കിട്ടിയ എല്ലാ ബാക്ക്ഗ്രൗണ്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി ലൈവ് തുടങ്ങണമെങ്കിൽ ഒരു 10-20 എണ്ണം അവിടെ എത്തിയാലാണ് ഇനി ലൈവ് തുടങ്ങുള്ളൂ. ഇത് മുന്നേ ഒരു വട്ടം ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കുകയാണ്. 1K ഷെയർ ആയെന്ന് ഹില്ലർ പറയണു. മാഷാ അല്ലാഹ്. അപ്പം ഷെയ്ഖ് അവർകൾ താൻ വഞ്ചിക്കപ്പെടുകയില്ല, ഞാൻ പ്രശസ്തനായി എന്നതുകൊണ്ട് വഞ്ചിക്കപ്പെടുകയില്ല എന്നതിൻ്റെ 70 തെളിവുകൾ കാണിച്ചു കൊടുത്തു തൻ്റെ ഉസ്താദിന്. അത് 70 മാന് എന്നല്ല, 70 മാനിനെ
ഉസ്താദ് കണ്ടോവർ. അമാനാണ്, സേഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, അല്ലാതെ മാനല്ല. പണ്ടാരോ പറയുന്നത് കേട്ടത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടതാണ്, 70 മാൻകുട്ടികളെ ഷെയ്ഖ് ജീലാനി കാണിച്ചു കൊടുത്തു എന്നാണ്. അല്ല, പ്രത്യക്ഷാർത്ഥത്തിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലേ? 70 മാൻകുട്ടികളെ കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയല്ല, 70 മാനീനെ ഉസ്താദ് കണ്ടോവർ. നമ്മുടെ ജവാദ് മുസ്തവാഫി ഒരു സ്നേഹ സിമ്പൽ ഇട്ടിട്ടുണ്ട്. ജവാബ് മുസ്തവാഫി ഒരു സംഭവമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വിദേശ പഠനത്തിന് നമ്മുടെ പെൺകുട്ടികളൊക്കെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്. മതാന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞൊരു വിവാദം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായല്ലോ, ഒരു പരസ്യം വന്നപ്പോൾ മതാന്തരീക്ഷത്തിൽ MBBS കൊടുക്കുന്നു എന്നാണ്. ഉസ്ബെക്കിസ്ഥാനിലെ, സോവിയറ്റ് റഷ്യയിലെ പല പ്രവിശ്യകളിലും അതുപോലെ ലോകത്തെ പല യൂണിവേഴ്സിറ്റികളുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. നല്ല എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പിന്നെ സമസ്തക്കാരനല്ല. അതൊന്നും നമ്മുടെ ഒരു വിഷയപ്പെട്ടതിൽപ്പെട്ട കാര്യമല്ല. നല്ല 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 വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന പ്രതിപാദനനായ ഒരാളാണ് അദ്ദേഹം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ജവാദ് മുസ്തവാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് 70 മാനിനെ കാണിച്ചു എന്ന് പറഞ്ഞ മാതിരി ഈ മുഹിയുദ്ദീൻ മാലയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൻ്റെ പ്രത്യക്ഷ അർത്ഥത്തിൽ നമുക്കൊരു പക്ഷേ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മനസ്സിലാക്കിയാലോ, മുഹിയുദ്ദീൻ ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവും. അത് ബഷീർ ഫൈസിക്ക് ഉണ്ടാവും, നിങ്ങൾക്കുണ്ടാവും, പലർക്കും ഉണ്ടാവും. അങ്ങനെ അഹങ്കരിച്ചു വഴിതെറ്റിയ എത്രയോ ആളുകൾ ഈ ലോക ചരിത്രത്തിലുണ്ടായി. ഇബ്ലീസ് തന്നെ വഴി പിഴച്ചു പോയത് അഹങ്കാരത്തിന്റെ പേരിലല്ലേ? അയാൾ ശിർക്ക് ചെയ്തിട്ടല്ലല്ലോ, അഹങ്കാരമല്ലേ അയാളെ വഴി പിഴപ്പിച്ചത്, റൈറ്റ്? ഇബ്ലീസ് ശിർക്ക് ചെയ്തിട്ടില്ല, ഇബ്ലീസ് ഹറാമും ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇബ്ലീസ് ചെയ്തത് അഹങ്കരിച്ചു പോയി. ഞാൻ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടയാളാണ്, അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടയാളാണ്, ആദമോ മണ്ണുകൊണ്ടാണ്. അപ്പോൾ അഗ്നിയല്ലേ വലുത് എന്ന തൻപോരിമയാണ് ഇബ്ലീസിന്. അതിന് അള്ളാഹു ഡിസ്മിസ് ഓർഡറാണ് കൊടുത്തത്, സസ്പെൻഷൻ പോലും അല്ല. ഇന്നക റജീം മൊത്തത്തിൽ പിരിച്ചുവിട്ടു. അപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ സമകാലിക രാഷ്ട്രീയത്തിലാണെങ്കിലും മതരംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി, അഹങ്കാരമാണ്. അത് മനുഷ്യനെ വല്ലാതെ മുറിപ്പെടുത്തി വഴിപിഴപ്പിച്ച് കളയും. ഔലിയാക്കന്മാരായിരുന്ന ചിലർ പോലും വഴിതെറ്റിപ്പോകാൻ അഹങ്കാരം കാരണമായിട്ടുണ്ട്. അത്രേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ പ്രതിഭാധനനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, വഴിപിഴച്ചുപോയി. അള്ളാഹു ചിലപ്പോൾ മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് പരീക്ഷണത്തിന് വേണ്ടിയാകാം. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പരീക്ഷണത്തിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സമ്പത്തിൻ്റെ അനുഗ്രഹമാകട്ടെ, സൗന്ദര്യമാകട്ടെ, സ്റ്റാറ്റസ് ആകട്ടെ, അധികാരമാകട്ടെ, ഏതാണെങ്കിലും ശരി, ചിലപ്പോൾ അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അനുഗ്രഹിച്ചു കളയും. അതിൽ വീണു പോകരുതെന്ന് മാത്രം. പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് മനസ്സിലാകില്ല എന്നൊന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, കേട്ടോ. മനുഷ്യൻ വഴിതെറ്റുമോ ഇല്ലയോ എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ മനുഷ്യനാണ് അതിൻ്റെ കാരണമെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പരീക്ഷണം, റൈറ്റ്? പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ പതറിപ്പോവും ചിലപ്പോൾ. അത് അനുഗ്രഹത്തിൻ്റെ അടുത്താണെങ്കിലും രോഗത്തിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ മനുഷ്യൻ ചിലപ്പോൾ പതറിപ്പോവും. നോക്കൂ, ഷെയ്ഖ് ജീലാനിയുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാനൊന്ന് ഒരു മെമ്മറി റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയാം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിദ്വൽ സദസ്സ്, നമ്മൾ ഈ വരിയെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഒരു വിദ്വൽ സദസ്സിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഷെയ്ഖ് അവർകളെ, നമ്മുടെ കപ്പലുണ്ടല്ലോ, കപ്പല് നഷ്ടപ്പെട്ടു പോയിന്ന്.
അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ പതിറ്റാണ്ടുകളോളം അലഞ്ഞു നടന്നു എന്ന് പറഞ്ഞു, ഭക്ഷണമില്ലാതെ ദരിദ്രനായി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടത്തെ അവസാന ജീവിതകാലത്ത് അതിസമ്പന്നനായിരുന്നു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവർ കുത്തിപ്പിടിച്ചിരുന്ന ഒരു വടിയുടെ മുകളിലുണ്ടായിരുന്ന ഒരു രത്നം നൈസാമിന്റെ കൊട്ടാരത്തിൽ പോലും ലഭ്യമല്ലായിരുന്നു. അത്രമേൽ വിലമതിക്കാനാവാത്ത രത്നം അദ്ദേഹത്തിന്റെ വടിയുടെ മുകളിൽ ഉണ്ടായിരുന്നു. കപ്പലുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, എക്സ്പോർട്ട് ചെയ്യാൻ, ഇമ്പോർട്ട് ചെയ്യാൻ, സാധനങ്ങളെ കയറ്റിറക്കുമതി ചെയ്യാനുള്ള 2 കപ്പലുകൾ ഉണ്ടായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്. ഇവിടെ ചിലരുടെയൊക്കെ സംസാരങ്ങളിൽ പണക്കാരൊക്കെ മോശക്കാരാണ്, പാവങ്ങളൊക്കെ ഔലിയാക്കന്മാരാണ് എന്ന ഒരു പൊതുബോധം നമ്മുടെ മതകീയ പശ്ചാത്തലത്തിൽ വയലിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാവങ്ങളെല്ലാം ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളുമാണ്, പണക്കാരെല്ലാം മോശക്കാരാണ് എന്നൊരു ചിന്താഗതി, ഒരു പൊതുബോധം, ഒരു മുസ്ലിം പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ട്. തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു അല്ലേ? സൽമാൻ ഉൽ ഫാരിസി എന്ന പരമദരിദ്രനുള്ളപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന സമ്പന്നൻ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും എത്രയോ സമ്പന്നന്മാരുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന ആൾക്കാർ. നമ്മൾ ഒരു ഭാഗത്ത് മാറി ചിന്തിച്ചിട്ട് പറയും, ഓ അവനൊക്കെ ഭയങ്കര പണക്കാരനാണ്, ഒക്കെ നരകത്തില്ല. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. പക്ഷെ പാവങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ കടക്കുക. അത് അള്ളാഹുവിന്റെ ഒരു എക്സ്ക്യൂസ് ആണ്. പാവങ്ങളിലെ എല്ലാ മോമിനിയങ്ങളും കടന്നതിന് ശേഷമാണ് പണക്കാർ കടക്കാൻ തുടക്കുള്ളൂ. അതിനിപ്പോ എന്നെയോ നിങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഒരു എക്സ്ക്യൂസ് അങ്ങനെയാണ്, പാവങ്ങൾക്കുള്ളതാണ്. ദുനിയാവിൽ കുറെ സന്തോഷിച്ചല്ലേ, ഇനി പാവങ്ങൾ അനുഭവിക്കട്ടെ എന്ന് വെച്ച് അവർ കടക്കില്ല എന്ന് പറയരുത്. ചുരുക്കത്തിൽ ഒരാൾക്ക് പണം ഉണ്ടാവുക, പണമില്ലാതിരിക്കുക, ഇതൊന്നുമല്ല പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്നത്. വലിയാകണമെങ്കിൽ അവൻ കീറിയ വസ്ത്രം ധരിക്കണമെന്നോ, അവൻ മുറുക്കി തുപ്പണമെന്നോ, അവൻ കുളിക്കാതിരിക്കണമെന്നോ അതൊന്നും നിബന്ധനയല്ല. അങ്ങനെയുള്ളവരും ഉണ്ടാകാം, അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മൾ ഭയങ്കര കൃത്യമായി കാര്യങ്ങൾ പറയുകയും പഠിക്കുകയും വേണം. സമ്പന്നതയിൽ നിൽക്കുന്ന ഒരാൾ വലിയാകുന്നതിന് തടസ്സമില്ല. ഒരാൾ പരിവ്രാജകനാകുന്നത്, ദർവേശാകുന്നത്, പരിത്യാഗിയാകുന്നത് അയാളുടെ മനസ്സിലാണ് പരിത്യാഗം. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ വരിയെ ആസ്പദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. തങ്ങളെ, നിങ്ങളുടെ കപ്പൽ നശിച്ചുപോയി. ഹബീബിങ്ങളെ, നിങ്ങൾ ഇതിൽ പലരും വാഹനമുള്ള ആളുകളല്ലേ, ആ വാഹനം ഒരു ആക്സിഡന്റ് ആയി കത്തിപ്പോയി എന്നൊരു വാർത്ത, അള്ളാഹു കാക്കട്ടെ, ഒരു വാർത്ത കേട്ടാൽ എന്റെയും നിങ്ങളുടെയും, എന്റെ മനസ്സിൽ വരാൻ എനിക്ക് വാഹനം ഇല്ലാത്തതുകൊണ്ട് വരില്ല. വാഹനമുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ, പ്ലീസ് ഇംഗ്ലീഷ് പറയരുത്, പ്ലീസ്. ഇംഗ്ലീഷിൽ പറയുന്നുണ്ടോ? ഞാൻ അത് പറയാൻ വേണ്ടി പറയല്ലേ, നമ്മുടെ സാധാരണ സംസാരം തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? നമ്മുടെ ബൈക്ക് ആക്സിഡന്റ് ആയി, നമ്മുടെ കാറ് കത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്നൊരു വിളിയില്ലാവില്ലേ? അപ്പോഴേ നമുക്ക് ഹെഡ് അറ്റാക്ക് വരില്ലേ? അള്ളാഹു കാക്കട്ടെ. അപ്പോൾ നമ്മൾ എത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും നോമ്പ് നിൽക്കുന്നവരാണെങ്കിലും ദുനിയാവിന്റെ പ്രമത്തത അല്ലെങ്കിൽ ഈമാനിന്റെ വശ്യമായ മധുരം നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല. നോക്കൂ, ഷെയ്ഖ് ജീലാനി ആ വിദ്വൽ സദസ്സിൽ നിങ്ങളുടെ കപ്പൽ പോയി എന്ന് പറഞ്ഞപ്പോൾ തല താഴ്ത്തിയിരുന്നു, നെഞ്ചത്തേക്കൊന്നും ഇങ്ങനെ നോക്കി. അത്രേ അല്പസമയം കഴിഞ്ഞ് തല പൊക്കി നോക്കി. എന്നിട്ട് അതേ പ്രസന്നവദനായി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന്. ഒരു ബാഡ് ന്യൂസ് കേട്ടാൽ അൽഹംദുലില്ലാഹ് എന്നാണോ സംസാരിക്കേണ്ടത്? അങ്ങനെയാണോ പറയേണ്ടത്? ഒരു ആക്സിഡന്റൽ വാർത്ത കേട്ടാൽ ഇന്നാലില്ല എന്നല്ലേ പറയേണ്ടത്? പക്ഷേ ഇത് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെയും സദസ്സ് തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതേ ആള് വന്ന് പറഞ്ഞു, ഷെയ്ഖ് അവർകളെ, അതൊരു അതൊരു കമ്മ്യൂണിക്കേഷനിൽ വന്ന പിഴവാണ്, അത് നിങ്ങളുടെ കപ്പലല്ല മറ്റൊരാളുടെ കപ്പലാണ് എന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, എൻ്റെ കപ്പൽ നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന ആഹ്ലാദത്തിൽ ചിരിക്കേണ്ടതിന് പകരം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ നേരത്തെ ചെയ്തതുപോലെ കണ്ണു ചുമ്മി തൻ്റെ നെഞ്ചത്തേക്ക് മുഖം താഴ്ത്തിയിരുന്നു. അല്പസമയം കഴിഞ്ഞ് തല പൊക്കിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന്.
അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ശൈഖ് അവർകളെ, ഗുരു, രണ്ടാമത് പറഞ്ഞ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, അള്ളാഹുവിനെ സ്തുതിച്ചതാണ്. പക്ഷെ ആദ്യം പറഞ്ഞ അൽഹംദുലില്ലാ എന്തുട്ടാണ്? കപ്പൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് അൽഹംദുലില്ലാ പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. എന്താ മറുപടി? ഞാന് കപ്പൽ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഷോക്കിംഗ് ന്യൂസ്, അത് ഇംഗ്ലീഷ് പറയാൻ പാടില്ലല്ലോ അല്ലേ, ആ ഒരു ഭയപ്പെടുത്തുന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. ഹൃദയത്തിലെ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹുൻ നാളിറൂന. ഖുലൂബുൽ ആരിഫീന, ആത്മജ്ഞാനികൾക്കുണ്ട്, ആത്മജ്ഞാനികളുടെ ഹൃദയങ്ങൾക്കുണ്ട് കണ്ണ്. ലഹാ ഉയൂൻ, ആത്മജ്ഞാനികളുടെ ദർവേശുകളുടെ ഹൃദയങ്ങൾക്ക് കണ്ണുകളുണ്ട്. തറാ മാ ലാ യറാഹുൻ നാളിറൂന, നമ്മൾ കാണാത്ത പലതും ആ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിയും. ഇന്നൻ നഫ്സകൽ മിർആത്തി യന്തബിഉൽ ആമാലി വൽ ആതി. ഹൃദയത്തിന് കണ്ണാടിയുണ്ട്, കാണാൻ കഴിയാത്തതൊക്കെ കാണാൻ കഴിയുന്ന ഹൃദയത്തിന്റെ കണ്ണാടി. ഹബീബിങ്ങളെ, അത് നമുക്കൊക്കെ ഉണ്ട്. ഞാനത് പറയാട്ടോ, ഞാൻ മറന്നുപോയാൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. എനിക്കും നിങ്ങൾക്കൊക്കെ കണ്ണാടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഷെയ്ഖ് ജീലാനി പറയാണ്, ഞാൻ ഹൃദയത്തിലേക്ക് നോക്കി, ഞാൻ ചിന്തിച്ചു, അല്ലാഹുവേ, എന്റെ വില പിടിച്ച ഒരു കപ്പൽ നഷ്ടമായി എന്നറിഞ്ഞപ്പോഴ് എന്റെ ഹൃദയത്തിന് വല്ല മാറ്റവും വന്നോ അല്ലാഹ്? എന്റെ ഹൃദയത്തിന് വലിയ വ്യത്യാസം വന്നോ തമ്പുരാന്? വലിയ നഷ്ടമല്ലേ വന്നത്? ഞാൻ ആത്മാവിനോട് സംവദിച്ചു, ഹൃദയത്തിലേക്ക് നോക്കി, ഇല്ല, ഒരു മാറ്റവുമില്ല, അവിടെ ഒരു അനുരണനവും സംഭവിച്ചിട്ടില്ല. അപ്പോഴ് ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു, യാ അല്ലാഹ്, നീ തന്ന കപ്പൽ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല റബ്ബേ. അതുകൊണ്ട് അൽഹംദുലില്ലാ. വാവ്, അമേസിങ്. കണ്ടോ നിങ്ങള്? അതാണ് പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇല്ലായ്മയുണ്ടാവുക എന്നത് പ്രപഞ്ച പരിത്യാഗമല്ല. എല്ലാം ഉണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെടുന്നതാണ് പ്രപഞ്ച പരിത്യാഗം. ഹലോ, ഒരാൾക്ക് കാറില്ല, എങ്കിൽ കാറില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഭയങ്കര ഈമാനുള്ള ആളാണെന്ന് പറയേണ്ടതില്ല. ഒരാൾക്ക് വീടില്ല, പടച്ചവനെ എനിക്ക് വീടില്ല, അതുകൊണ്ട് ഞാൻ പ്രപഞ്ച പരിത്യാഗിയാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാം ഉണ്ടായിട്ട് പോലും, എല്ലാമുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും സാധ്യമായതെല്ലാം ഉണ്ട്, എന്നിട്ടവന്റെ മനസ്സിൽ അഹങ്കാരം വരുന്നില്ലെങ്കിൽ, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നതാണെന്ന തിരിച്ചറിവ് അവനുണ്ടെങ്കിൽ, ഇതെന്നോ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാനുള്ളതാണെന്ന ബോധ്യം അവനുണ്ടെങ്കിൽ, അതാണ് പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്നത്. റൈറ്റ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഹബീബിങ്ങളെ? ഏതുപോലെയെന്നറിയോ? റമദാനിന് ഒരു വരിയുടെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞതിൻ്റെ വരിയൊക്കെ പറയാൻ പറ്റും. അത്താഴത്തിൽ നിന്ന് 2 പ്ലേറ്റ് നന്നായി മത്തിക്കറിയും ചോറും കഴിക്കുക, അല്ലെങ്കിൽ പൊറോട്ടയും ഇറച്ചിയും കഴിക്കുക, എന്നിട്ട് വിശപ്പില്ല. 12 മണിക്കും 1 മണിക്കൊന്നും അവന് വിശപ്പില്ല. അങ്ങനെ അവൻ നോമ്പ് തുറന്നു. ആ നോമ്പിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അവന് വിശന്നിട്ടില്ല അല്ലേ? അത്താഴം കഴിക്കേണ്ടത് വിശപ്പടക്കാനാണോ അത്താഴം? അങ്ങനെ കുറേ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഒന്നുമല്ല ഹബീബിങ്ങളെ. പടച്ചോ നമ്മളെ കാക്കട്ടെ എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. പടച്ചോൻ തന്നെ നമ്മളെ കാക്കേണ്ടി വരും. അപ്പൊ ഷെയ്ഖ് ജീലാനി പറയാ, രണ്ടാമത്തെ അൽഹംദുലില്ലാ നിങ്ങൾ ഉദ്ദേശിച്ചതിനല്ല. രണ്ടാമത്തെ അൽഹംദുലില്ലാ എൻ്റെ അല്ല കപ്പൽ എന്നറിഞ്ഞത് കൊണ്ടല്ല അൽഹംദുലില്ലാ പറഞ്ഞത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഷെയ്ഖ് ജീലാനി പറയാണ്, ഷെയ്ഖ് ജീലാനിയുടെ വചനപ്രസാദം ഇങ്ങനെയായിരുന്നു: ശിഷ്യന്മാരെ, എൻ്റെ കപ്പലല്ല നഷ്ടപ്പെട്ടത് എന്ന് അറിഞ്ഞപ്പോഴ് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. യാ അല്ലാഹ്, എൻ്റെ ഹൃദയത്തിന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന്
കൂടുതൽ ആഹ്ലാദമുണ്ടായിട്ടുണ്ടോ, സന്തോഷമുണ്ടായിട്ടുണ്ടോ? പടച്ചോനെ, എൻ്റെ കപ്പൽ പോയില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ സന്തോഷിച്ചോ എന്ന് ഞാൻ ഹൃദയത്തോട് ചോദിച്ചു. ഇല്ല, എൻ്റെ മനസ്സിന് മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത മനസ്സേ അത് തന്ന റബ്ബേ അൽഹംദുലില്ലാ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. മനസ്സിലായോ? അതിനാൽ ചതിയിൽ പെടുവാന്ന് കേട്ടാരെ എളുവദമാനിനെ ഉസ്താദ് കണ്ടോവാർ. ഷെയ്ഖ് ജീലാനിക്ക് മാറ്റമില്ല. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സില് നഷ്ടപ്പെട്ടു എന്ന വാർത്തയിലും തിരിച്ചു കിട്ടി എന്ന വാർത്തയിലും ഒരു അനുരണനവും ഉണ്ടാകുന്നില്ല. അതാണ് പ്രപഞ്ച പരിത്യാഗത്തിന്റെ ഏറ്റവും മനോഹരമായ വശം. അതാണ്. എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്കും നിങ്ങൾക്കത് പറ്റുമോ? ഇല്ലാത്തതിന്റെ പേരിൽ നിരാശപ്പെടുന്ന ആളാണ് ഞാനും നിങ്ങളും. ഉള്ളതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ഇല്ലാത്തവൻ അവഗണിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ ഇതൊക്കെ ഇത് അല്ലാഹുവിൽ നിന്നാണ്. ഇതെല്ലാം ഇത് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ്. വാവ്, അതാണ്. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കിട്ടുമെന്ന് വലിയ സംശയമാണ്. പരമാവധി നമുക്ക് ശ്രമിച്ചു നോക്കാം. കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടണ്ട, ലഭ്യമായ എന്തിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ട. ഏത് മനുഷ്യനും ചിലപ്പോൾ അഹങ്കരിച്ചു പോകും. അത് അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരട്ടെ. യാ സലാമു യാ അല്ലാ എന്ന് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് രക്ഷാകവചമാണ്, സേഫ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യാ സലാമു യാ അല്ലാ വളരെ ചെറുതല്ലേ? അതുകൊണ്ട് അത് സ്വന്തമായൊരു വാഹന ഉസ്താദിന് കൊടുക്കട്ടെ. NV ഹമീദ്. അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കട്ടെ. അപ്പോ ഈ പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തന്റെ ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു അനുഗ്രഹങ്ങൾ കാരണം വഴിതെറ്റുന്നത് ഭയപ്പെടണമെന്ന് ഉപദേശിച്ചത്. മനസ്സിലായോ? അപ്പോഴാണ് താൻ വഴിതെറ്റില്ല എന്നതിന് അള്ളാഹുവിൽ നിന്നുള്ള 70 സാക്ഷിപത്രം ഷെയ്ഖ് അവർകൾ ഉസ്താദിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഷെയ്ഖ് നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാണ്, 563 വർഷം ഒരു ദിവസം ഞാൻ ഷെയ്ഖ് ഹമ്മാദിന്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. ഷെയ്ഖ് ജീലാനി അടക്കമുള്ള പലരും അവിടെയുണ്ട്. അപ്പോൾ തന്റെ മേന്മകളെ പറ്റി അത്ഭുതകരമായ പല വാർത്തകളും ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു. ഇത് കേട്ട ഉസ്താദ് ഹമ്മാദ് പറഞ്ഞു, അനുഗ്രഹങ്ങൾ കാരണം നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് അബ്ദുൽ ഖാദിറേ ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾ വഴിതെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അബ്ദുൽ ഖാദിറേ റളിയല്ലാഹു. അപ്പൊ ഷെയ്ഖ് ജീലാനി തന്റെ കൈപ്പടം ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് വെക്കുകയാണ്. ഹബീബിങ്ങളെ, തന്റെ കൈപ്പടം ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് വെക്കുകയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ എഴുതിയത് നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക. എന്താണ് എഴുതിയത് എന്ന് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണമേ. കയ്യിന്റെ പത്തിയാണ് വെച്ചത്, എഴുത്തല്ല കാണിച്ചു കൊടുത്തത്, പാഡല്ല കാണിച്ചു കൊടുത്തത്, മൊബൈൽ ഫോണിന്റെ സ്ക്രീനല്ല കാണിച്ചു കൊടുത്തത്, കയ്യാണ്. എന്നിട്ട് ഇതിൽ എഴുതിയത് ഉസ്താദെ നിങ്ങളൊന്ന് വായിക്കണേ. ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു എല്ലാം മറന്നു ഒരു നിമിഷം അഭൗതികമായ ചിന്തയിൽ മുഴുകി, അഭൗമികമായ ഗൂഢമായ ഒരു ചിന്തയിൽ മുഴുകിയിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് പ്രഗൽഭനായ അശ്ശൈഖ് ഹമ്മാദ്. സദസ്യർ ആകാംക്ഷഭരിതരായി കാത്തിരുന്നു. റബ്ബേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചിന്തയിൽ നിന്ന് ഉണർന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു,
അള്ളാഹുവിൽ നിന്നുള്ള 70 ഉടമ്പടി കൈപ്പടത്തിൽ ഞാൻ ഹൃദയം കൊണ്ട് വായിച്ചു എന്ന് ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ബഹ്ജയുടെ 20-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഷുഐബ് TP പറയുന്നു, ആദ്യമായി കേൾക്കുന്നു. മാഷാ അല്ലാഹ്. ഇത് പലരും കേട്ട സംഭവമായിരിക്കും. എന്താണ് ഈ സംഭവം? മറ്റു കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉസ്താദിന്റെ സന്നിധിയിൽ വെച്ച് ഉസ്താദ് അങ്ങനെ പറയാനുണ്ടായ കാരണം കൂടി ഞാൻ പറയാം. ശൈഖ് അവറുകൾ പറഞ്ഞു, എല്ലാ മശായിഖന്മാരുടെയും ചുമലിൽ എന്റെ കാലുണ്ടെന്ന് ശൈഖ് ജീലാനി പറഞ്ഞു. അങ്ങനെ വരില്ലേ? എന്താണ് വരി? എല്ലാ എന്തോ ഒരു വരിയുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഹബീബിങ്ങളെ, നമുക്കൊരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ഉടമ്പടി ലഭിക്കുമോ? കൈപ്പടയിൽ എഴുതിയ രേഖ ഹൃദയം കൊണ്ട് വായിക്കാനാകുമോ? ഹബീബിങ്ങളെ വളരെ ത്രില്ലിംഗ് ആയ സർപ്രൈസ് ആയ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇങ്ങനെ കൈ കൊണ്ട് എഴുതിയത് ഹൃദയം കൊണ്ട് വായിക്കാനാവുമോ? കൈരേഖയിലുള്ളത് ഹൃദയം കൊണ്ട് വായിക്കാനാവുമോ? അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ആർക്കെങ്കിലും ഉടമ്പടി ലഭിക്കുമോ? ഈ 2 സംശയങ്ങളാണ്. അതൊരു സർപ്രൈസർ അല്ലേ, ത്രില്ലിംഗ് ആണ്. ചുമ്മാ അർത്ഥം വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിൽ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ മുൻകൂട്ടി ഒരു വിജയപത്രം ലഭിക്കുമോ? വഞ്ചിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതും സക്സസ്ഫുൾ ആയ ഒരു കാര്യമാണല്ലോ, അല്ലേ? എന്നാ കേട്ടോളൂ. ഖുർആൻ പറയുകയാണ്, സൂറത്തുൽ ഖസസിന്റെ 7-ാം വചനം. സൂറത്തുൽ ഖസസ് 7-ാം വചനം. നമ്മുടെ ഹാഫിദ് ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ആയത്തിട്ടോ. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ. റബി ബിൻ തലിയ വരിയുടെ ഇട്ടുണ്ട്. എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ ഏകലാരുളാലെ എന്റെ കാലെന്നോവാർ. ഈ വരിയാണ് ഷെയ്ഖ് ഹമ്മാദിന്റെ മുമ്പിൽ വെച്ച് ഷെയ്ഖ് ജീലാനി പാടിയത്. ഒന്ന് നിങ്ങളവിടെ മൗനമായിട്ടല്ല, ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് പാടിക്കോളൂ, നിങ്ങൾ കുടുംബക്കാരെ കേൾക്കട്ടെ. എല്ലാ മാശായിഖന്മാരുടെ തോളിലും ഏകനാരുളാലെ എന്റെ കാലെന്നോവാർ. ഈ പാട്ട് പാടിയപ്പോഴാണ് പ്രശസ്തിയെ ഭയപ്പെടണമെന്ന് പറഞ്ഞതും ഈ സംഭവം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞൊരായത്ത് സൂറത്തുൽ ഖസസിലുണ്ട്. ലൈവ് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കണം. അതില് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? മൂസായുടെ ഉമ്മാക്ക് നാം സന്ദേശം നൽകി. മൂസായുടെ ഉമ്മാക്ക് നാം സന്ദേശം നൽകി. കുട്ടിക്ക് മുല കൊടുക്കുക. കുട്ടിയുടെ കാര്യത്തിൽ ഭയമുണ്ടെങ്കിൽ കുട്ടിയെ നദിയിൽ ഒഴുക്കുക. തീർച്ച കുട്ടിയെ നാം നിനക്ക് തിരിച്ചു തരും. അവനെ നാം പ്രവാചകനാക്കുകയും ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 7-ാം വചനമാണ്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാക്കുമെന്ന സന്ദേശമാണ് ഉമ്മാക്ക് അള്ളാഹു നൽകിയത്. പ്രവാചകനാക്കുമെന്നത് വിജയപത്രമല്ലേ, വിജയത്തിന്റെ സാക്ഷ്യമല്ലേ? മുൻകൂട്ടി അറിയിക്കുകയല്ലേ? അത് മുൻകൂട്ടി അറിയിച്ചില്ലേ, നിന്റെ മകനെ ഞാൻ പ്രവാചകനാക്കുമെന്ന്. ഇതൊരു തെളിവാണ്. അപ്പോൾ മുൻകൂട്ടി കടം വീടാൻ ദുആ ചെയ്യണേ. ഞാനിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടത്തിന്റെ ഒരു കാര്യം പറയാട്ടോ. എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണം. 2 കാര്യം മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ഏൽപ്പിച്ചു, ആരും അത് പറഞ്ഞിട്ടില്ല. അവിടെ ഇതിന് വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അനർലിഹി ഫഇദാ. എനിക്ക് അത് ചെറിയ അക്ഷരായതുകൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ ഒരായത്തെ പറയുന്നുള്ളൂ. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. മറിയമിനോട് പറഞ്ഞ സന്ദർഭം പറയുന്നുണ്ട്. ഇനി ഹദീസിൽ തെളിവുണ്ട് നോക്കാം.
ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കടന്നു, അവിടെ ഒരു കൊട്ടാരം ഞാൻ കണ്ടു. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വീണ്ടും മദീന കടന്നു വരികയാണ്. അതിന്റെ നടുമുറ്റത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഈ കൊട്ടാരം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു. ഇത് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെതാണെന്ന് മറുപടി പറഞ്ഞു. ലഈഫായ ഹദീസല്ല ഹബീബിങ്ങളെ, സഹീഹ് ബുഖാരിയിൽ ഹദീസുണ്ട്. ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോൾ ഉമർ ബിൻ ഖത്താബിന്റെ കൊട്ടാരം ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കടന്നത് മിഅ്റാജിന്റെ രാത്രിയോ മറ്റോ ആകാം, അല്ലേ? ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തിൽ സംശയിക്കാൻ വകയില്ല. ഇനി നബി സ്വപ്നമാണ് കണ്ടതെങ്കിലോ, സ്വപ്നവും വഹയിന്റെ പദവിയുള്ളതാണ്, പവറുള്ളതാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം പോലും പവറുള്ളതാണ്. ഞാനും നിങ്ങളും കാണുന്ന സ്വപ്നം പോലെയല്ല. നുബൂവത്തിന്റെ ആദ്യകാലത്തെ വഹയ് സ്വപ്നമായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ സാക്ഷിപത്രമാണ് ഈ ഹദീസിൽ. ഉമർ തങ്ങൾ മരിച്ചിട്ടില്ല, പുണ്യനബി വഫാത്തായി കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഉമർ തങ്ങൾ വിജയിയാണെന്ന് മരണത്തിനു മുമ്പ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്? സ്വർഗത്തിലെ കൊട്ടാരം ഉമറിനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹിയോട് അവിടുന്ന് ഉത്തരം കിട്ടിയത് എങ്ങനെയാണ്? മലക്കുകളല്ലേ അവിടുന്ന് മറുപടി പറഞ്ഞത്, അല്ലേ? അപ്പൊ മലക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തെ കുറിച്ച് മുൻകൂട്ടി കാര്യം അറിയിച്ചു കൊടുക്കുകയാണ്. പുണ്യനബിയുടെ വഫാത്തിന്റെ വേള ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, നീ സ്വർഗവാസികളായ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ. തന്റെ മോളെ കുറിച്ച് അങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റുമോ? മരിക്കുന്നതിന് മുമ്പ് പറയാണ്, നീ നാളെ സ്വർഗത്തിലെ യുവതികളുടെ നേതാവാണ് മോളെ ഫാത്തിമ എന്ന് പറഞ്ഞു കൊടുത്തു. അതെങ്ങനെ? മീസാന് കഴിയണ്ടേ, ഖബറ് കഴിയണ്ടേ, കിതാബ് കഴിയണ്ടേ, നന്മ തിന്മ തൂക്കണ്ടേ ഫാത്തിമയുടെ. ആലോചിച്ചു. മുത്തുനബി സാക്ഷ്യപത്രം കൊടുത്തു, നിങ്ങളാണ് നാളെ സ്വർഗത്തിലെ എന്താ പറയാ നേതാവാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോ, ഇത് സഹീഹ് ബുഖാരിയിൽ ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ സമീപിച്ചു, ഇങ്ങനെ പറഞ്ഞു, പ്രവാചകരെ, ഈ പറയാൻ പോകുന്നത് നമ്മള് മക്ക ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാൽ ഓർമ്മപ്പെടുത്താണ്. ഖദീജ ചോറും കറിയുമായി വരുന്നുണ്ട് നബിയെ. അവർ വന്നാൽ അവർക്ക് നിങ്ങൾ എന്റെയും അള്ളാഹുവിന്റെയും സലാം പറയണേ. സ്വർഗത്തിൽ അവർക്ക് കൊട്ടാരമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ. ആ കൊട്ടാരത്തിൽ ശബ്ദശല്യമോ ബുദ്ധിമുട്ടോ ഇല്ല എന്ന് പറയണേ എന്ന് ഹദറത്തു ജിബ്രീൽ അലൈഹിസ്സലാം. ഹബീബിങ്ങളെ, എന്താണ് ഈ പറയണത്? ഖദീജ ബീവി മരണപ്പെടുന്നതിന് മുമ്പ് മുത്തുനബി ഹിറാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമ്പോൾ മക്കയിൽ നിന്ന് ചോറും കറിയുമായി അല്ലെങ്കിൽ ഫുഡുമായി വരുന്ന ഖദീജ പുറപ്പെട്ടപ്പോൾ ജിബ്രീൽ മുത്തുനബിയോട് പറഞ്ഞു. നമ്മൾ ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവ ഒന്നുകൂടി എടുത്ത് കേട്ടു നോക്ക്. ആ ഹദീസ് അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാ, നബിയെ അള്ളാന്റെ സലാം പറയണേ, എന്റെ സലാം പറയണേ, പിന്നെ സ്വർഗത്തിൽ ഖദീജക്ക് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ എന്ന്. അപ്പോൾ ഖദീജ ബിവി നാളെ വിജയിയാണെന്ന് മരണത്തിനു മുമ്പ് ജിബ്രീൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒരാള് രക്ഷപ്പെടുന്ന ആളാണെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഷെയ്ഖിന്റെ കൈപ്പടത്തെ കുറിച്ച് പറയാം. നമ്മുടെ മഹാത്മാക്കളുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്റെയും നിങ്ങളുടെയും ശരീരം പോലെയല്ല. മൂസാ നബി അലൈഹിസ്സലാമയുടെ കൈപ്പടം സൂര്യൻ പോലെ പ്രകാശിച്ചത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലെ?
യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലുള്ള കുപ്പായത്തിന്റെ വാസന ഉൾക്കൊള്ളാൻ സിറിയയിലുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നൈൽ നദിയുടെ തീരത്തിലൂടെ യാത്ര തുടരുമ്പോൾ അതിലേക്ക് എത്തും. ഒരു തെളിവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മൂക്കിന് പ്രത്യേകതയുണ്ടതുകൊണ്ടല്ലേ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ നിന്ന് സഹോദരങ്ങൾ ഇറങ്ങിയപ്പോൾ കൻആനിലെ വീട്ടിലിരുന്ന് യാക്കൂബ് പറഞ്ഞു, ഇന്നീല അജിദു റീഹ യൂസുഫ്, എനിക്ക് യൂസുഫിന്റെ സ്മെല്ലടിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് യാക്കൂബ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള കൻആനിലിരുന്നിട്ട് യാക്കൂബ് നബി എങ്ങനെയാ പറഞ്ഞത്? മൂക്കിന് പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ഹുദൈബിയ സന്ധിയുടെ ദിവസം സ്വഹാബത്തിന് വുളു ചെയ്യാനും ദാഹം തീർക്കാനും വേണ്ടത്ര വെള്ളം ലഭിച്ചാതെ വന്നപ്പോൾ അതിനാൽ ആകെയുള്ള ഒരു ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു. അതുവഴി പുണ്യനബിയുടെ കൈവിരലുകളിൽ നിന്ന് വെള്ളം വന്നു. വനബഅ മിൻ ബൈനി അസാബിഹിൽ മാ. പറ്റുമോ? അങ്ങനെ ഹബീബേ, ഈ സംഭവം ഇല്ല എന്ന് വന്ന് പറ. ജോലി ചെയ്യണോ വേണ്ടെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ച പോരെ. അതൊരു എന്താ പറയുക, വളരെ ലളിതമായ ചോദ്യമല്ലേ. അങ്ങനെ ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിലുണ്ടോ? ഇല്ലേ? അതൊരു മാന്യമായ ചോദ്യമാണ്. അല്ല നമ്മൾ ഈ ജോലി കൊടുക്കുന്ന എന്താ പറയാ, അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കണ്ട. ഞാൻ ഓതിയ ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ലേ? അതിനുത്തരം പറ. ഞാൻ ഈ പറഞ്ഞ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ടോ? മറ്റ് ഹദീസൊക്കെ നടക്കട്ടെ, സ്വഹീഹ് ബുഖാരിയിലുണ്ടോ? ജോലി എടുത്ത് ജീവിക്കണോ വേണ്ടത് പിന്നെ തീരുമാനിച്ച പോരെ. എന്തിനാണ് ബേജാറ്? ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ലൈവ് ഒന്ന് സമാധാനത്തോടെ കേട്ടിരിക്കൂ. മുത്തുമണി, നിങ്ങളൊന്ന് കേട്ടിരിക്കേ. അതല്ലേ നമ്മൾ ജോബ് കൊടുക്കുന്ന ഏജൻസി ആകേണ്ടതുള്ളൂ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഇറ്റ്സ് എ ചലഞ്ച്. ഞാൻ ഈ പറഞ്ഞ 3 ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിലില്ല എന്ന് തെളിയിച്ചാൽ ഈ ലൈവ് പ്രോഗ്രാമിൽ നാളെ വന്ന് ബഷീർ ഫൈസി മാപ്പ് പറയും. ഇറ്റ്സ് എ ചലഞ്ച്. എന്നിട്ട് മതി ബഷീർ ഫൈസിക്ക് ജോലി തരാൻ. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. മഹാന്മാരെ സ്നേഹിക്കുന്നവരിലേക്ക് അള്ളാഹു നിങ്ങളെയും വഴി നടത്തട്ടെ. ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. അതിന് ധൈര്യമില്ലാതെ ജോലി തരാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ പറയാറില്ല. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അതിലെന്താണ് കാര്യമെന്ന് നോക്കൂല. അത് നോക്കിയിട്ട് തെറ്റാണ് പറയുകയാണെങ്കിൽ അതൊരു ആരോഗ്യകരമായ സംവാദ രീതിയാണ് അല്ലേ. അത് തെറ്റാണ് പറഞ്ഞത്. അങ്ങനെ സ്വഹീഹ് ബുഖാരിയിലില്ല. ആ മുത്തുമണി പറഞ്ഞത് ജോലി തരാമെന്നാണ് എനിക്ക്. ഇറ്റ്സ് എ ചലഞ്ച്. ഈ പറഞ്ഞ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ടോ? ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ ഇങ്ങനെ കൈ വെച്ചപ്പോൾ വെള്ളം വന്നു റസൂലുള്ളാഹിന്റെ കൈത്തടത്തിൽ. അതിന്റെ ബേജാറാകണം എന്തിനാണ്? ഹദീസിലുള്ളതല്ലേ. മഹാന്മാരുടെ ഒക്കെ ശരീരത്തിന് അവയവങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചില ഹദീസുകൾ ഉദ്ധരിച്ചത്. ഇനി അള്ളാഹു സലാം പറഞ്ഞു ഖദീജ ബീവിയോട് എന്ന് പറഞ്ഞത് നുണയാണോ? ചരിത്രമാണോ? ഏതോലും സീറ കിതാബിൽ ആരെങ്കിലും എഴുതി വെച്ചതാണോ? കേരളത്തിലെ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ അല്ല. സഹീഹ് ബുഖാരിയുടെ 539 ഹദീസാണ്. ഇറ്റ്സ് എ ചലഞ്ച്. നിഷേധിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ നാളെ ലൈവിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് നമ്മൾ ഈ യാത്ര ഇവിടെ നിർത്തിവെക്കാം. അതിനു മുമ്പൊരു ഹദീസ് പറഞ്ഞു. ഏത്? സ്വർഗത്തിൽ പോയപ്പോൾ ഉമർ ഖത്താബിന്റെ കൊട്ടാരമാണ് കണ്ടതെന്ന് പറഞ്ഞതും ആ ഹദീസില്ലേ? സഹീഹ് ബുഖാരിയിലുണ്ടോ? സഹീഹ് ബുഖാരിയില് 520 ഹദീസാണ് മുത്തുമണി. അതിന് മറുപടി പറഞ്ഞിട്ട് എനിക്കൊരു ജോലിയൊക്കെ ഏൽപ്പിച്ചു തന്നാൽ പോരെ? അങ്ങനെ പോരെ? അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അതിന്റെ മുമ്പ് ഓതിയ ആയത്ത് സൂറത്തുൽ ഖസസിലെ ആയത്താണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഉദ്ധരിച്ചത് സൂറത്ത് യൂസുഫിലെ ആയത്താണ്.
കൻആനിൽ നിന്ന് യാക്കൂബ് നബി മണത്തറിഞ്ഞു, യൂസുഫ്, എനിക്ക് യൂസുഫിന്റെ സ്മെല്ല് ലഭിക്കുന്നു എന്ന് പറഞ്ഞ ഖുർആനാണ്. നിഷേധിക്കാൻ കഴിയോ? എന്താണ് അതിൽ തർക്കിക്കേണ്ട കാര്യം? എന്നെയോ നിങ്ങളെയോ പോലെയുള്ള ഒരാളുടെ കാര്യമല്ലേ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കാര്യം പറഞ്ഞു. അതിനെന്തിനു നിഷേധിക്കുന്നത്? അത് മുഹ്യിദ്ദീൻ മാലയിൽ പറഞ്ഞു എന്നത് കൊണ്ട് എന്തിനാ ബേജാറാകുന്നത്? അല്ലേ? നമ്മുടെ ഹാഫിദ് പറഞ്ഞിട്ടുണ്ട്, വലമ്മാ ഫസലത്തിൽ ഐർ ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ് ലൗലാ തുഫന്നിദൂൻ. സൂറത്ത് യൂസുഫിലെ 94-ാമത്തെ ആയത്താണ് മുത്തുമണി. ഇപ്പൊ ഒന്ന് എടുത്തു നോക്ക്, ലൈവ് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുത്തു നോക്ക്. സൂറത്ത് യൂസുഫിലെ ആയത്തുണ്ടോ? എങ്ങനെയാണ് യാക്കൂബ് നബി അത് അറിഞ്ഞത്? ആള് മാറിപ്പോയി മുത്തുമണി. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, നീ സാധാരണ കാണുന്ന സംവാദത്തിലുള്ള ഡയലോഗ് കേട്ടിട്ടുണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെയല്ല സംസാരിക്കാറ്. സ്വയം ബോധ്യമില്ലാത്തൊരു കാര്യം നമ്മൾ പറയാറില്ല കേട്ടോ. ഇത് ലൈവായെന്നുള്ള നിലക്ക് കുറേ ദിവസങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചു പോയതാണ്. ഇതിൽ ഒരുപാട് സഹോദരങ്ങൾ മുജാഹിദ് ജമാഅത്ത് കേൾക്കാറുണ്ട്. അവരൊന്നും ഇന്ന് വരെ ഒരു കമൻറ്റ് മോശം ചെയ്തിട്ടില്ല. എന്താ കാരണം? അങ്ങനത്തെ പറയുന്നുള്ളൂ എന്ന് അവർക്കറിയാം. ഇപ്പോഴും ഞാൻ കണ്ടു ലൈവിൽ, എനിക്ക് നേരിട്ട് പരിചയമുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കേൾക്കുന്നുണ്ട്. ഇടയിൽ എപ്പോഴോ ഓടി വന്നിട്ടൊരു ജോലി തരാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തുട്ട് പറയാ. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. 1500ഓളം ആളുകളുണ്ട് ഹുദൈബിയയില്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിച്ചു. സഹീഹ് ബുഖാരിയാണ്, 505-ാമത്തെ ഹദീസാണ്. ബഷീർ സ്വന്തം എഴുതിയ കഥയല്ല ഈ പറയുന്നത്. ഞങ്ങൾ 1,00,000 ആളുകൾ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 1,00,000 ആളുകളുണ്ടെങ്കിലും അത് മതിയാകുമായിരുന്നു എന്ന്. ഇനി പോട്ടെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്തല്ലേ വെള്ളം വന്നത്? അല്ലേ സംസം പൊട്ടി ഒഴുകിയത്? ഓക്കെ. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കൈപ്പടം അത് നെഞ്ചത്ത് വെച്ചപ്പോഴ് ഉസ്താദ് ഹമ്മാദിനുണ്ടായ അനുഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആനിക സൂക്തങ്ങളുടെയും ഹദീസ് വചനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. ഷെയ്ഖ് ജീലാനിയുടെ കയ്യിന് അത്തരമൊരു പദവി ഉണ്ടെങ്കിൽ ഷെയ്ഖായ ഹമ്മാദിന്റെ ഹൃദയത്തിനും ആ ശക്തി ഉണ്ടാകണമല്ലോ. അപ്പൊ ഉസ്താദിന് അത് മനസ്സിലായി. ഉസ്താദിന്റെ ഹൃദയത്തിന് പ്രത്യേകതയുണ്ട്, കയ്യിൽ പ്രത്യേകതയുണ്ട് എന്ന് സമ്മതിച്ച ഹൃദയത്തിനും പ്രത്യേകതയുണ്ട്, സമ്മതിക്കേണ്ടി വരും. കാരണം കൈയൊരവയവമാണ്, ഹൃദയം ഒരു അവയവമാണ്. സമ്മതിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കയ്യിന് അത്ര വലിയ പ്രത്യേകതയുണ്ട്. അള്ളാഹു തനിക്കുള്ള വിജയപ്രഖ്യാപനത്തിന്റെ സാക്ഷിപത്രങ്ങൾ അത് വായിക്കാവുന്ന ഹൃദയത്തിൽ വെച്ചു കൊടുത്തപ്പോൾ ഉസ്താദിന് വായിക്കാനായി. അതിന് കണ്ണു വേണമെന്നില്ല. ഞാൻ പറയട്ടെ, റഡാർ രശ്മികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ സാധനം ഉള്ളതല്ലേ. അങ്ങനെ എന്തൊക്കെ സാങ്കേതികമായ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് കുതിരപ്പുറത്ത് ഉറച്ചിരുന്ന് സവാരി ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തന്നിമിത്തം അത് സംബന്ധിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, എനിക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ് കേട്ടോ, ലൈഫാണെന്ന് പറയണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യ് എന്റെ നെഞ്ചത്ത് വെച്ചു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാലത് വഖാലത് ലാ അസ്ബുതു അലൽ ഖൈൽ ഫദക്കർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഫളറബ യദഹു അലാ സദരി. മുസ്തഫായ നബിയുടെ നൂറാനിയത്തിന്റെ ആ കയ്യ് എന്റെ നെഞ്ചത്തേക്ക് വെച്ചു. ഹത്താ റഅയ്തു അസറ യദഹു. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ പ്രതിഫലനം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ പ്രതിഫലനം എനിക്ക് മനസ്സിലായി. നബി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇദ്ദേഹത്തെ നീ കുതിരപ്പുറത്ത് ഉറപ്പിക്കണമേ, സന്മാർഗദർശകനും നായകനുമാക്കണമേ.
പിന്നീട് ഞാൻ കുതിരപ്പുറത്തൊന്ന് വീണിട്ടില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹീഹ് ബുഖാരിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, നമ്മൾ തർക്കത്തിലേക്ക് പോവല്ല, അതിപ്പോ ദുആ ചെയ്തോണ്ടല്ലേന്ന്. ഓക്കെ, ദുആ ചെയ്തോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദുആ ചെയ്താ പോരെ? എന്തിനാണ് നെഞ്ചത്ത് കൈവച്ചത് റസൂലുള്ളാഹ്? എന്തിനാണ് നെഞ്ചത്ത് കൈവച്ചത്? ദുആ ചെയ്താ പോരെ? കൈ ഉയർത്തി പടച്ചോനെ ജാബിറിനെ കുതിരപ്പുറത്ത് നിന്ന് വീഴ്ത്തല്ല റബ്ബേ എന്ന് ദുആ ചെയ്താ പോരെ? റസൂലുള്ള കൈ വെച്ചു നെഞ്ചത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു നിങ്ങളെ പോലെ എന്നെ പോലെ നുണ പറയുന്ന ആളല്ല. അവിടുന്ന് പറയാണ്, ഹബീബിന്റെ കൈ വെച്ചപ്പോഴ് എനിക്കതിന്റെ പ്രതിഫലനം ലഭിച്ചു. ഹത്താ റഅയ്തു അഥറ യദിഹി, റസൂലുള്ളാഹിന്റെ കൈയിന്റെ ആ പ്രതിഫലനം എനിക്ക് അനുഭവപ്പെട്ടു ഹൃദയത്തിൽ. സാധാരണ കൈയല്ല, സഹീഹ് ബുഖാരിയാണിത്. ഈ പ്രബലമായ ഹദീസിൽ നിന്ന് നമ്മൾ എന്തുട്ടാണ് മനസ്സിലാക്കേണ്ടത്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചെന്നും അതിന്റെ ഫലം അദ്ദേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ ഉസ്താദിന്റെ നെഞ്ചത്ത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി കൈവച്ചപ്പോൾ അതിന്റെ ഫലം ഉസ്താദ് ഉൾക്കൊണ്ടു. അത് നിയമപരമാണ്. എന്തു പറയുന്നു? എളുവദാമാനീനെ ഉസ്താദ് കണ്ടോവർ. അതാണ് ആ പറഞ്ഞത്. ഒരു വരിയാണ് നമ്മൾ 1 മണിക്കൂറിൽ വിശദീകരിച്ചത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം, കൈരേഖയെ പറ്റിയിട്ട് അല്ലെ. വേറെയും സംഭവങ്ങളുണ്ട് കേട്ടാ, വേറെയും കുറേ സംഭവങ്ങളുണ്ട്. കൈയിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പലതും അവന്റെ കൈകളിലൂടെ പ്രവൃത്തിയായാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. തബ്ബത്ത് യദാ അബൂലഹബ് എന്ന് പറഞ്ഞില്ലേ, അവന്റെ കൈ നശിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഇനി സിമ്പിളായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ലൈവിൽ പറയാൻ പറ്റിയ കാര്യങ്ങളില്ല. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ പഴയ ലൈവിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് കൈ ഇങ്ങനെ പിടിക്കൂ, മൊബൈൽ അവിടെ വെച്ചിട്ട് പിടിച്ചോ എന്ന് ചോദിച്ച് കമന്റ് ചെയ്താൽ അപ്പൊ നിങ്ങൾ പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും എനിക്ക്. ഫാമിലി ആയിട്ടൊക്കെ കാണുന്നവരുണ്ടാവല്ലോ, കൈ ഒന്ന് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ 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 പിടിക്കും, ഇങ്ങനെ പിടിച്ചോ. ചെറിയൊരു ടെക്നിക്ക് ഞാനും കാണിച്ചു തരാം. എക്സ്ക്യൂസ് മീ, അല്പം വെള്ളം കുടിക്കട്ടെ. ഉസ്താദ് പറയും കേൾക്കാൻ നല്ല കുറേ മുത്തുമണികളുണ്ട്. ഓക്കെ. അല്ല ഹബീബിങ്ങളെ, കൈ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ കമന്റ് ചെയ്യുക? ഇനി കമന്റ് ചെയ്യരുത്, കാരണം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണില്ല, മനസ്സിലായില്ലേ? കൈ ഇങ്ങനെ പിടിച്ചോ, കുട്ടികളും മക്കളും തള്ളാരും എല്ലാവരും ഇങ്ങനെ പിടിച്ചോ. 1 മണിക്കൂർ കഴിഞ്ഞു ഷഹീർ മണലടി. നമ്മൾ ഈ വരിയെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ? നമ്മൾ 5-6 വരി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ബാക്കി വരി പറയാം. അങ്ങനെ പിടിച്ചോ? അത് പിടിച്ചു എന്നെങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുക? കാരണം നിങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കില്ല, ഇവരെങ്ങനെ കമന്റ് ചെയ്യുക? ഇത് എന്തൊട്ട് ഇഷ്ടാ. ഒറ്റ കമന്റ് വരാതിരുന്നാൽ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും പിടിച്ചിട്ടുണ്ട്. നോക്കട്ടെ, തീരെ കമന്റ് പരിപാടി പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന സംഭവം കഴിഞ്ഞാൽ ഞങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ആരും ലൈക്ക് വരുന്നുണ്ടല്ലോ, അതെങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച എങ്ങനെ ലൈക്ക് വരിക? കണ്ട സ്റ്റക്കായിട്ട് നിന്നുണ്ട് ഇപ്പൊ. എന്നാ ഞാൻ പറയാൻ പോകുന്നില്ല. 2 കൈയും ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെ കമന്റ് ചെയ്യുക? അപ്പൊ നിങ്ങൾ അനുസരിക്കാത്തവരാണ്. നിന്നിട്ടുണ്ട്, പരമാവധി ആൾക്കാർ നിന്നുണ്ട്. അപ്പൊ ഓക്കെ, എന്നാ പറയാം. ഇനിതാ വലത്തെ കൈയിന്റെ തള്ളവിരൽ കൊണ്ട് ഇടത്തെ തള്ളവിരലിന്റെ ഏതാണ്ട് ഇങ്ങോട്ട് വന്ന് ഈ മധ്യഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ ഈ പൂട്ടിൽ ചാവിയിട്ട് തുറക്കുന്നത് പോലെ ഒന്നിങ്ങനെ തുറക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഇതാ വലത്തെ, നിങ്ങൾക്ക് ഇത് ഇടത്തെ കൈ ആയിട്ട് തോന്നുന്നുണ്ടാകുക. ഇതാണ് എൻ്റെ വലത്തെ കൈ കേട്ടോ, ഇതാണ് എൻ്റെ വലത്തെ കൈ.
റിവേഴ്സ് ക്യാമറയിലാണ് ഈ മൊബൈലിന് അത്ര സംവിധാനമേ ഉള്ളൂ. ഇതാണ് എൻ്റെ വലത്തെ കൈ. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് ഇടത്തെ കൈ തോന്നുകയാണ്. ഈ വാച്ച് കെട്ടിയതാണ് എൻ്റെ ഇടത്തെ കൈ. അപ്പോൾ നോക്കും, ഈ വലത്തെ കൈയിൻ്റെ തള്ളവിരലുകൊണ്ട് ഇതാ ഇടത്തെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിക്കുക. എന്നിട്ട് ഇടത്തെ കൈയിൻ്റെ തള്ളവിരലുകൊണ്ട് വലത്തെ കൈയിൻ്റെ അവിടെ ഒന്ന് തിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ഇതൊരു ഇത്ര മീറ്റർ അടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. യാ സലാം യാ സലാം യാ സലാം. നല്ല ശക്തിയിൽ തിരിക്കണം കേട്ടോ. 11 തവണയാക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ 2 വിരൽ ഈ കൈത്തലിൻ്റെ ഉള്ളിൽ, ഈ കൈവെള്ളയുടെ ഉള്ളിൽ ഒരു അലാസ്റ്റിക് രൂപപ്പെടുന്നു. നിങ്ങൾക്ക് തോന്നും അങ്ങനെ വലിഞ്ഞു മുറുകുന്നതും ഇവിടെ നിന്ന് ഇങ്ങനെ പൊള്ളച്ചു പോരുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇല്ലാത്തവർ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യണം, ഉള്ളവർ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. സത്യസന്ധമായി പറഞ്ഞോളൂ. ഇതങ്ങനെ 11 തവണ ആക്കുക അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വേദന വരും, 2 ഭാഗത്തും വേദന. അവിടെ നിന്ന് ആരും പിടിച്ച് വലിക്കുന്നത് പോലെ രണ്ടിൻ്റെ ഇടയിൽ ഒരു അലാസ്തികത അനുഭവപ്പെടും. അലാസ്റ്റിക് പവർ. റൈറ്റ്, ചെയ്തോളൂ. ആശയാവതങ്ങൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. ഉള്ളവർ ഉണ്ടായി എന്ന് പറയാം, ഇല്ലാത്തവർ ഇല്ല എന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് വേണം, സമയം കഴിഞ്ഞു. 440 ആൾ നമ്മുടെ ലൈവിൽ ഇപ്പോഴുണ്ട്. 1900 ഷെയർ ഉണ്ട്. ബിഹക്കി മുഹമ്മദ് 25 നിങ്ങൾ കേട്ടില്ല കേട്ടോ. ഉണ്ട്. കബീർ സസായതി ഇല്ല. മുഹമ്മദ് ഷഹീർ മണലടി ഉണ്ടായി. അച്ചു സാപ്പു ഉണ്ടായി. അബ്ദുൽ ലത്തീഫ് ഉണ്ടായി. എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ഇല്ല എന്നുള്ളവരും പറഞ്ഞോളൂ, ഉണ്ട് എന്നുള്ളവരും പറഞ്ഞോളൂ. ഖലീൽ എസ് കെ ഉണ്ടായി. ജബ്ബാർ ഇല്ല. ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല. ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11 തവണ യാ സലാം യാ സലാം യാ സലാം യാ സലാം യാ സലാം യാ സലാം. ഒരു അലാസ്റ്റിക് വലിയുന്നത് പോലെ, ഇവിടെ നിന്ന് പൊള്ളക്കുന്നത് പോലെ, ഇത് രണ്ടിൻ്റെ ഇടയിൽ വടിയുള്ളത് പോലെ, കൈൻ്റെ ഉള്ളങ്ങനെ തരിക്കുന്നത് പോലെ. ഓക്കെ, കൈ മുട്ടിക്കരുത് കേട്ടോ. മുട്ടിക്കാതെ എങ്ങനെയാകാൻ പാടുള്ളൂ. മുട്ടിച്ചോ നിങ്ങള്, മുട്ടിക്കരുത്. ഇങ്ങനെ അടുത്തുകൊണ്ടിരാ അകത്ത്, അടുത്തുകൊണ്ടിരാ അകത്ത്, അടുത്തുകൊണ്ടിരാ അകത്ത്, അടുത്തുകൊണ്ടിരാ അകത്ത്, അടുത്തുകൊണ്ടിരാ അകത്ത്. അങ്ങനെ ഒന്നുകൂടി ചെയ്തു നോക്കി. ഇല്ല എന്ന് പറഞ്ഞവർ, ഇല്ല എന്ന് പറഞ്ഞവർ ഒന്നുകിൽ തെറ്റായി ചെയ്തു, ഇല്ലെങ്കിൽ അവർക്ക് രക്തസമ്മർദ്ദം എന്ന് പറയുന്ന അസുഖമുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് പരിശോധിച്ചോളൂ. രക്തസമ്മർദ്ദം എന്നുള്ള അസുഖമുണ്ട്, ഡോക്ടറെ കണ്ട് പരിശോധിച്ചോളൂ. ബേജാറാകൊന്നും വേണ്ട. രക്തസമ്മർദ്ദം അങ്ങനെ ഭയപ്പെടേണ്ട ഒരു അസുഖമൊന്നുമില്ല. പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു കാന്തിക ശക്തി അനുഭവപ്പെട്ടില്ലേ? ഒരു 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 എന്താ പറയാ, കാന്തിക പവർ. ഓക്കെ, ഇല്ല എന്നുള്ളവർ ഒന്നുകൊണ്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ടും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അങ്ങനെ 2 വട്ടം ചെയ്ത് നോക്കി, 3 വട്ടം ചെയ്ത് നോക്കി, ഇല്ല എന്നാണെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അവർക്ക് പ്രശ്നമുണ്ട്. പേടിക്കേണ്ട പ്രശ്നമല്ല, അവർക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അസുഖമുണ്ട്. ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ടല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഒരു 11 തവണ ആക്കിയേ. 11 എന്നുള്ളൊരു നമ്പറൊന്നുമല്ല, അത്ര ആക്കിയ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരിക അകത്ത്, അടുത്ത് കൊണ്ടുവരിക അകത്ത്, അടുത്ത് കൊണ്ടുവരിക അകത്ത്. നിങ്ങൾക്ക് എന്തായാലും ഒരു പുകച്ചൽ വരും, അല്ലെങ്കിൽ ഇവിടെ അലാസ്റ്റിക് ഉണ്ടാവും, അതിലൊരു മാഗ്നറ്റിക് പവർ വർക്ക് ചെയ്യും, ഒരു കാന്തിക പ്രവാഹം. അതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞത്? റൈറ്റ്, ഇനി പറയാം എന്തിനാ പറഞ്ഞതെന്ന്. നമ്മളെന്തിനാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും ഇല്ലേ? നമ്മൾ എന്തിനാണ് അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ചൂണ്ടുവിരൽ പൊക്കുന്നത്? എന്തിനാണ്? അത് പറഞ്ഞവർക്ക് ഞാനൊരു സമ്മാനം തരാം. എന്തിനാണ് ഈ ചൂണ്ടുവിരൽ പൊക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പൊക്കിയ എന്താ? അത്തയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വലീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിരൽ പൊക്കുന്നത് എന്തിനാണ്? ഈ വിരൽ പൊക്കിയാൽ പോരെ, ഈ വിരൽ പൊക്കിയാൽ പോരെ, ഈ വിരൽ പൊക്കിയാൽ പോരെ. എന്തിനാണ് ഈ വിരൽ? ഒന്ന്, റസൂലുള്ള പറഞ്ഞു ഇത്തിബാണ്. ആ മറുപടി ആരും പറയണ്ട, അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ആ വിരൽ എന്നെ പറയാൻ എന്താ കാരണം? ഒരു 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 വിഷമിച്ച കമൻറ്റ് വന്നിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റൂല, സ്ട്രോക്സ് വന്ന് ലൊഡാക്കി ഡൈ ചെയ്യൂ. മുഹമ്മദ് ഉവൈസ്. വേറെ ആരും ഇല്ലേ വീട്ടിൽ? അള്ളാഹു ശിഫ നൽകട്ടെ.
നമ്മുടെ പ്രസംഗം മുമ്പ് കേട്ടവരോടുണ്ട്, അത് കമന്റ് ബില്ല് വരുന്നുണ്ട്, ഹൃദയത്തിലേക്ക് കണക്ഷനുണ്ട് എന്ന്. മുമ്പ് നമ്മൾ ലൈവിൽ പറഞ്ഞോ? നമ്മൾ 100ന്റെ മുമ്പുള്ള ഏതെങ്കിലും ലൈവിൽ പറഞ്ഞോ? നമുക്ക് ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി പരീക്ഷിക്കട്ടോ. ഇപ്പൊ ലൈവ് വിഷയം കേൾക്കാനായി ഇരിക്കുന്നവരുണ്ടാവും, അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫിലോസഫിയോ അല്ലെങ്കിൽ ഇത് മെഡിസിനൊക്കെ കൊണ്ടുവന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നോക്കൂ, നമ്മൾ ഈ കൈ ഉയർത്തുന്നുണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ലേ തമാം കോയിസ്, പക്ഷെ ഈ കൈയാണ് ഏകനായ അള്ളാഹു എന്നുള്ളത് ശരിയാണ് സുബിൻ കുട്ടിപ്പാല, പക്ഷെ ഏകനായ അള്ളാഹു ഇങ്ങനെ പറയാൻ പറ്റില്ലേ? ഹബീബിങ്ങളെ, ചുരുക്കത്തില് നമ്മുടെ ഇവിടെ ഈ ഞരമ്പുകൾ വൈനുകൾ തമ്മിൽ ഒരു സങ്കേതമുണ്ട് ഇവിടെ. അതാണ് നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആക്കിയപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ അത് അനുഭവപ്പെടാനുണ്ടായ കാരണം. ശരിക്കും ഒരു സാധനം എടുത്ത് ഇവിടെ നന്നായി കുത്തിയാൽ മതി, മർമ്മണ്ട് അവിടെ. മഹാന്മാരെ അടുത്ത് പോകുമ്പോൾ എന്തിനാ ശിരസിൽ ഇങ്ങനെ കൈ വെക്കണത്? ഇങ്ങനെ വെക്കണ ആരും പഠിപ്പിച്ചെന്നുണ്ടോ? കൈ പിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞ എന്താ? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്കിടയിൽ പ്രണയം വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷേക്ക് ഹാൻഡ് ചെയ്താൽ. അപ്പോ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കൈയിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സാധനമാണ്. ഓക്കെ, one second. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർണ്ണവാക്യങ്ങളെ കൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു. ബുഇസ്തു ബിജവാമിൽ കലിം, പൂർണ്ണ വചനങ്ങളെ കൊണ്ടാണ് എൻ്റെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഭയം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ ഭൂമിയിലെ ഖജാനകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടതും അവ എൻ്റെ കയ്യിൽ വെക്കപ്പെട്ടതും ഞാൻ കണ്ടു. ഭൂമിയുടെ ഖജാനകളുടെ താക്കോലുകൾ ബിമഫാതിഹിൽ ഖസായിൻ, എൻ്റെ കയ്യിൽ വെക്കപ്പെട്ടത് ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ ഇത് സ്വപ്നത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയും സ്വപ്നവും ഒരേ പവറിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഭൂമിയിലെ ഖജാനകളുടെ താക്കോലുകൾ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കയ്യിൽ വെക്കപ്പെട്ടത് നമ്മളിവിടെ കാണുകയാണെങ്കിൽ താൻ വഞ്ചിക്കപ്പെടുകയില്ലെന്ന് 70 സാക്ഷ്യപത്രം ശൈഖ് അവറുകളുടെ കയ്യിൽ വെക്കപ്പെടുന്നത് മനസ്സിലാക്കുന്നതിന് എന്താണ് തടസ്സം? അതിനെന്താ തടസ്സം? ഇനി അവിടെ സാക്ഷ്യപത്രം ഇങ്ങനെ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. ആ കൈ വെച്ചപ്പോ ആ കൈയിന്റെ സ്പർശനത്തിലൂടെ ഹമ്മാദ് എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ 70 നോട്ടീസ് അല്ലാഹു കൊടുത്തു എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. 70 ഉസ്താദ് കണ്ടോവർ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ മുഹ്യിദ്ദീൻ മാലയിൽ. അങ്ങനെയല്ലേ മുഹ്യിദ്ദീൻ മാലയിൽ പറഞ്ഞത് അല്ലേ? ഇതിന് പ്രത്യേകത ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആ താക്കോലിന് തിരിപ്പിച്ചോക്കെ. അത് നേരത്തെ റസൂൽ നെഞ്ചത്ത് കൈവച്ചത് പറഞ്ഞു. അപ്പൊ അത് പ്രത്യേകതയുള്ള, നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഇഷ്ടദാസൻ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കും. അവൻ നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും.
അവനവന് സദസ്സിൽ എന്നെ അനുസ്മരിച്ചാൽ അതിലും അത്യുന്നതമായ സദസ്സിൽ ഞാൻ അവനെ അനുസരിക്കും. അവൻ കാണുന്ന കൈ ഞാനാകും, കേൾക്കുന്ന ചെവി ഞാനാകും. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതല്ലേ, ഹദീസ് ഖുദ്സി അള്ളാഹു പറഞ്ഞതല്ലേ ഹബീബിങ്ങളെ, അല്ലേ? ഇനി നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് യാസീനിൽ. ഏതാണ്? ഒന്ന് ഹാഫിലെ ഒന്ന് പറയൂ. وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അങ്ങനെ ആയത്തോട് ടൈപ്പ് ചെയ്യൂ, അല്ലേ? അങ്ങനെ ആയത്ത് ഖുർആനിലെ സൂറത്ത് യാസീനിലുണ്ടോ? പറയൂ ഹബീബ്, നിങ്ങൾ ആയത്തൊന്നും ഇടൂ. 1 മണിക്കൂർ പിന്നിട്ട് ഞാൻ നിർത്തുകയാണ്, അതുകൂടി പറഞ്ഞ് നിർത്താം. അങ്ങനെ ആയത്തുണ്ടോ? നിങ്ങൾ പറ, എങ്ങനെയാണ് കൈ സംസാരിക്കുക? നാവല്ലേ സംസാരിക്കുന്നത്, കൈ എങ്ങനെ സംസാരിക്കുക? അവരുടെ കൈ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കൈ എങ്ങനെ സംസാരിക്കുക? ആഹാ, കൈയിനെങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? അവരുടെ വായക്ക് സീല് വെക്കപ്പെടും. യാ അല്ലാ, സംസാര സിദ്ധിയുള്ള നാവിനൊന്നും മിണ്ടാൻ പറ്റൂല. അവരുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങും, അവരുടെ കാല് സാക്ഷി നിൽക്കാൻ തുടങ്ങും. ഇത് ഖുർആനിലുള്ളതാണ്. അപ്പൊ കൈയിനെങ്ങനെ പറ്റും, അല്ലേ? സൂറത്ത് യാസീനിലെ എത്രാമത്തെ ആയത്താ? 65-ാമത്തെ ആയത്താണോ? നമ്മുടെ ഹാഫിള് പോയോ? ഞാനിപ്പോ എത്ര തെളിവ് പറഞ്ഞു ഹബീബിങ്ങളെ? ഇനിയും ജോലി ഉണ്ടാക്കുന്ന ആള് പോയോ, അല്ലേ? കൈ സംസാരിക്കുക. അപ്പൊ ഈ കൈയിന് ഭയങ്കര പവറുണ്ട്. ഷെയ്ഖ് ജീലാനി എന്നെ പോലെയുള്ള ഒരു ലുട്ടാപ്പിയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസരാണ്, ഔത്തുൽ ആലമാണ്. ആ കൈ വെച്ചു കൊടുത്തപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹൃദയം ആർക്കുണ്ടായി? ഷെയ്ഖ് ഹമ്മാദിനുണ്ടായി. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതാണ്, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതാണ്. ഇത് ഖുർആനിലുള്ളതാണ്. അപ്പോ ഈ കയ്യിനതിനൊരു കഴിവുണ്ട്, മനസ്സിലായില്ലേ? ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് നിങ്ങൾ വീഡിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഒറ്റ വരിയെ നമ്മൾ പറഞ്ഞുള്ളൂ. ഏതാണ് വരി? എളുവദാമാനീനെ ഉസ്താദ് കണ്ടോ. അതാണ് അതിന്റെ സവിശദമായിട്ടാണ് നമ്മൾ ഇന്ന് 1 മണിക്കൂറിൽ പറഞ്ഞു തീർത്തത്. അല്ലാതെ അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു പോയാലും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലേ? ഉസ്താദ് 70 അമാനെ കണ്ടു, ഞാൻ അതിൻ്റെ ആയത്ത് പറഞ്ഞു, അതിൻ്റെ ഹദീസ് പറഞ്ഞു, അതിൻ്റെ സയന്റിഫിക്കലായ എഫക്റ്റ് പറഞ്ഞു, അതിൻ്റെ ബുദ്ധിപരമായ നിരീക്ഷണം പറഞ്ഞു, ഏറ്റവും അവസാനം കൈ സംസാരിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷെയ്ഖ് ഹമ്മാദ് 70 തെളിവുകൾ കണ്ടു എന്നത് തെറ്റാകുന്നില്ല. ഇതാണ് മുഹിയുദ്ദീൻ മാലയുടെ ഒരു മനോഹരിത എന്ന് പറയുന്നത്. എത്ര വിശദീകരിച്ചാലും നീണ്ടു പോകുന്ന അനർഗളമായ അർത്ഥതലങ്ങളെ സ്വാംശീകരിച്ചെടുത്ത അപാരമായ അപരിമേയമായ ഹുബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാവ്യശീലുകളാണ് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു രചിച്ച 155 വചന പ്രസാദങ്ങളിലൂടെ ഷെയ്ഖ് ജീലാനിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അറിവ് കുറഞ്ഞ, വിജ്ഞാനം കുറഞ്ഞ ഞാൻ പറഞ്ഞിട്ടാണ് ഈ 1 മണിക്കൂർ ഒരു വരിക്ക് വന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള ആലിമീങ്ങൾ കേരളത്തിലുണ്ട്. അവർ ഒരുപക്ഷെ 1 മാസം വേണമെങ്കിൽ സംസാരിക്കും. റൈറ്റ്? അല്ലാഹു നമുക്ക് മഹാന്മാരെ അംഗീകരിക്കുന്ന ആളുകളായി നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കണോ വേണ്ടേ, അവരോട് സഹായം തേടണോ വേണ്ടേ, അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. ഷെയ്ഖ് ജീലാനി എന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ മനോഹരിതയെക്കുറിച്ച് അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹിയുദ്ദീൻ മാലയെ ഇനി ഒരാൾ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയാൻ ഉണ്ടാകണം. ഓക്കെ? ഇനി ഒരാൾ നിഷേധിച്ചാൽ നിങ്ങൾ മറുപടി പറയണ്ട. ഹലോ.
ഹലോ, ഞാൻ ലൈവ് പരിപാടിയിലാണ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഖാദിറുലി ഷാഹിദേ അബ്ദുൽ ഖാദിറുലി മെഹബൂബുൽ ബാഖിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലി മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറുലി ഷാഹിദേ അബ്ദുൽ ഖാദിറുലി മണ്ണിൽ ജലാല മൗല സബീല കുന്തും വിലായത്തുള്ളോരേ കുന്തും വിലായത്തുള്ളോരേ കുന്തും പുരാനേ മുഹബ്ബത്തിൻ സീനേ ദീനിൻ വെളിയിൽ നീലാവേ ദീനിൻ വെളിയിൽ നീലാവേ മെഹബൂബുൽ ബാഖിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറുലി ഷാഹിദേ അബ്ദുൽ ഖാദിറുലി. മാഷാ അല്ലാ. അപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു ഇതന്നെ തുടരണമെന്ന്. അപ്പോൾ ഞാൻ എന്തൊട്ടാ പറയാ, നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യാം. നാളെയും നമുക്ക് ഏതെങ്കിലും രണ്ടുപേരി പറയാം. അപ്പം പിന്നെ മിസ്റിൽ നമ്മളവിടെ നിൽക്കും, കുഴപ്പമില്ലല്ലോ. നമുക്ക് ഓരോ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണ് പറയുന്നത്. സന്ദർഭത്തിന്റെ വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം. ഇപ്പൊ റബീഉൽ ആഖിറാണ്. ഇപ്പോൾ ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു വന്നത്. നമ്മളിപ്പോഴും മിസ്റിലെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ പോകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവിടെ നിർത്തിയിട്ടാണ് പോന്നിരിക്കുന്നത്. അള്ളാഹു അതിൻ്റെ മുമ്പ് നമ്മുടെ റൂഹിനെ പിടിച്ചിട്ടില്ലെങ്കിൽ, ഹൈറാണെങ്കിൽ അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, മരണമാണ് ഹൈറെങ്കിൽ അള്ളാഹു ഈമാനുള്ള മരണം നൽകട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് പറഞ്ഞതിന് ശേഷം പറയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നാളെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കും. ഓക്കെ, മറ്റൊരു വരി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഇന്ന് കുറേ ബൈത്തുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു വരി പറഞ്ഞപ്പോഴത്തേന് 1 മണിക്കൂർ കടന്നുപോയി. നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തമാശ ഒന്നും പറയാതെ തന്നെയാണല്ലോ 1 മണിക്കൂർ കടന്നുപോയത്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അവരുടെ മാതിരി ഒന്നും ആകാൻ നമുക്ക് കഴിയുന്ന ആൾക്കാരില്ല. പക്ഷെ അവരുടെയൊക്കെ മദത് കൊണ്ട് അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. എത്രയോ അത്ഭുതകരമായ സാന്നിധ്യങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ റളിയല്ലാഹു അൻഹു ഹക്കുണ്ട്. ഈ കാലത്തല്ലേ നമുക്ക് ചില ആൾക്കാർക്ക് വിശ്വാസം പോയത്. അത്ഭുതകരമായ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പഴമക്കാരോട് ചോദിച്ചു നോക്കി. അപ്പോൾ ഫുള്ള് പറയണം ഉസ്താദേ, ഫുള്ള് പറയാനൊന്നും പറ്റില്ല. എത്ര ദിവസങ്ങൾ പിടിക്കുമോ ഫുള്ള് പറയണം? 155 ദിവസം കടന്നു പോകും പറയണമെങ്കിൽ. അപ്പോൾ എന്നോടൊരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ല. പാട്ട് നമ്മുടെ നൗഷാദ് വാക്കവിയൊക്കെ പാടും. നമുക്ക് പാട്ട് പാടാനറിയില്ല. നമ്മുടെ ഷെബി ഇപ്പം ലൈവിൽ വന്നു. ഷെബിക്ക് അവിടെ നിന്ന് പാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വചനപ്രസാദം 4ാം എപ്പിസോഡ് 112ാമത്തെ ദിവസം. ഇനി എന്നാ തുടങ്ങുന്ന വെച്ചാൽ അന്നുണ്ടാവും. നാളെയെന്ന് ഞാൻ പറയണില്ല, അതൊരു ഹായിൽ കയറുമ്പോഴാണ് നമ്മൾ പറയാം. ഓക്കെ, കടത്തിനെ കുറിച്ച് പറയൂ. അത് എന്തുട്ടാന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞില്ലേ, ഒരു സഹാബി വന്നിട്ട് ഇരുന്ന് കരഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്തുട്ടാ കരയുന്നത്? ലൈവിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു മുമ്പേ. അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര കടമാണ് നബിയെ, വീട്ടിലേക്ക് കയറിയാൽ ഭയങ്കര ടെൻഷനാണ് നബിയെ.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ ആ സ്വഹാബിയുടെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, കൈ നെഞ്ചത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, 7 ദിവസം ഞാൻ നിനക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം, ആ പ്രാർത്ഥന 7 ദിവസം നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കണ്ടോ, 7 ദിവസം എന്ന് ദിവസമിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിന്റെ വീട്ടിലെ ഭാര്യയോടും കുട്ടികളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, അതിൽ 12 മക്കളുണ്ടെന്ന് ആ സ്വഹാബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഇത് 7 തവണ ഒരു ദിവസം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്വഹാബി പോയി. മദീനയിൽ പള്ളിയുടെ അടുത്തുള്ള ഒരാളല്ല. 7 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, വീട്ടിൽ ആഹ്ലാദമാണ് നബിയേ, സന്തോഷമാണ് നബിയേ. നമുക്ക് ഫസ്റ്റ് കിട്ടിയ റബീ ബിൻത്ത് അലി പറയുന്നു 28 അല്ലെങ്കിൽ 29 ലൈവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ഓർമ്മശക്തിയല്ലേ, വെറുതെ അല്ലല്ലോ അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഒന്ന് കേട്ടു നോക്കിയാൽ മതി കേട്ടോ. അല്ലാഹു നമ്മളെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളുടെ സഹോദരൻ സൗദി അറേബ്യയിൽ തളർന്ന് ഹോസ്പിറ്റലാണ്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഖൈറിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ രാജ സയ്യിദായ അൽ മാലിക്കുൽ മുലൂക്കായ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി നീ രേഖപ്പെടുത്തണമേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ ദീർഘായുസ് നൽകണേ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. പലവിധ പ്രയാസങ്ങളുണ്ട് റബ്ബേ, നീ ശിഫയാക്കണേ റബ്ബേ. സിഹറുണ്ട്, ശിഫയാക്കണേ അല്ലാ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ അഖിലിനെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സഹകാരികൾ, ഞങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവരെയും രക്ഷപ്പെടുത്തണം അല്ലാ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവരുടെ ഹക്ക് ജാഹ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ആത്മീയമായ ഉയർച്ച നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ സുലൂക്കിന്റെ വഴിയിൽ നീ പ്രകാശം നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഇബ്ലീസിന്റെ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ദുനിയാവിന്റെ പ്രമത്തതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അഹങ്കരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ വിനയം നൽകണം അല്ലാ. ഞങ്ങൾ വിനയാന്യതരാക്കണേ അല്ലാ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിനെ സ്വപ്നത്തിലൊന്ന് കാണാനുള്ള സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കി തരണമേ തമ്പുരാനെ. അവരുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണേ തമ്പുരാനെ. അവരുടെ ജോലികളിൽ നീ ബർക്കത്ത് കൊടുക്കണമേ തമ്പുരാനെ. ഈ പരിപാടി ശ്രവിക്കുന്ന ഒരുപാട് സഹോദരിമാരുടെ സന്താനങ്ങൾ, അവരുടെ ഭർത്താക്കന്മാർ, അല്ലാഹുവേ, അവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്, മക്കൾ വിദേശ രാജ്യങ്ങളിലാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, കച്ചവടം ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഭാര്യമാർ പ്രസവിക്കാൻ അടുത്തരിക്കുന്ന ആളാണ് അബൂ സിനാൻ പൂക്കോട്ടൂർ ഉസ്താദിന്റെ ഭാര്യ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, റാഹത്തായ രീതിയിൽ നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഹബീബിങ്ങളെ, ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ദുആയുടെ ഇടയിൽ പറയാൻ, ഒരു ദുആയെയും നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ചാവക്കാട് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സിൽ സമീപ വർഷങ്ങളിൽ ദിവസമായി വന്ന ഒരു ടീച്ചറാണ് ആയിഷ ടീച്ചർ എന്ന് പറയുന്ന തളിക്കുളത്തുകാരി. ചാവക്കാട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അവരുടെ മകളെ കല്യാണം കഴിച്ച് വളാഞ്ചേരിയിലേക്ക് വന്നു. അവർ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റൽ നഴ്സാണ്. 8 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. മാഷാ അല്ലാഹ്, കഴിഞ്ഞ വർഷം അവർ ഗർഭധാരണം ഉണ്ടായി. അള്ളാഹുവിൻ്റെ അപാരമായ ബർക്കത്ത്, മജ്ലിസുന്നൂറിൻ്റെ ബർക്കത്ത് എന്ന് അവർ പറയണം. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് ഒരു 10, 15, 20 ദിവസമായി. അവർ ഡേറ്റ് പറഞ്ഞു. ഈ കുട്ടിക്ക് പ്രസവ വേദന വന്നിരുന്നില്ല. 8 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൺമണിയാണ് കേട്ടോ. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിൽ സംഘർഷങ്ങൾ എന്തായിരിക്കും. അപ്പോൾ അവരെന്തോ ഒരു ടെസ്റ്റൊക്കെ നടത്തി. ആന്തരികാവയത്തിനുള്ളിൽ കൈയൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ തല തിരിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. പക്ഷെ അവർ നിരന്തരമായി ദുആ ചെയ്തു. അവരുടെ ഉമ്മയായ നമ്മുടെ ആയിഷ ടീച്ചർ ദുആ ചെയ്തുകൊണ്ടിരുന്നു.
നമ്മുടെ ദർശനമൊക്കെ വേണ്ടി നിരന്തരം സഹായിക്കുന്ന ഒരു പാവ ഉമ്മയാണ് കേട്ടോ. അവരുടെ മകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വേദനയില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വേദന വന്നില്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യും, ഒരു ദിവസം ഉണ്ട് 10 ദിവസമായി കിടക്കണം. പക്ഷെ ആ പെൺകുട്ടിയുടെ കോൺഫിഡൻസ് ഈ ഉമ്മ നിരന്തരമായി നമ്മളൊരു ദുആ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വേറെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമായി തലേ ദിവസം ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കോളാൻ പറഞ്ഞ ഡോക്ടർ പിറ്റേ ദിവസം പറയാണ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. ആ കുട്ടി വളരെ നോർമലായിട്ടാണ് പ്രസംഗിച്ചു. 3.5 കിലോ തൂക്കമുണ്ടായിരുന്നു ആ കുട്ടി, 3.5 കിലോ തൂക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആ ഓപ്പറേഷൻ എപ്പോഴും കഴിഞ്ഞുണ്ടാവും. അപ്പോൾ ഇത് ദ്വായുടെ വലിയൊരു പവറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ്വാ ഇറക്കുന്ന ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ആരുടെയൊക്കെ ആമീനാണ് അത് കബൂലിയത്ത് ഉണ്ടാകുക നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇന്ന് രാവിലെ വന്ന മെസ്സേജാണ് കേട്ടോ ഞാൻ പറയുന്നത്. അള്ളാഹുവേ, അങ്ങനെയുള്ളവർക്കൊക്കെ നീ സുഖപ്രസവം നൽകണമേ തമ്പുരാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയ മക്കളുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ മക്കൾക്ക് നീ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണമേ തമ്പുരാനെ. വിവാഹം നിശ്ചയിക്കപ്പെട്ടവരുണ്ട്, നീ സന്തോഷകരമായി നടത്താൻ അവരുടെ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, കോവിഡ് ടെസ്റ്റിന് പോകുന്നുണ്ട് ഹില്ലർ എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ പലരുടെ കമൻറ്റ് കണ്ടു, അത് നെഗറ്റീവാക്കി കൊടുക്കി പരിപൂർണ്ണ ശിവ കൊടുക്കണേ തമ്പുരാനെ. COVID-19 എന്ന് പറയുന്ന ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് തടയണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, നീ അപകടങ്ങളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ക്യാൻസറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. പലരുടെയും ഉപ്പമാരും ഉമ്മമാരും വല്യമ്മമാര് പലരും തന്നെ ഹോസ്പിറ്റലിലാണെന്ന് ഇവിടെ കമന്റ് കാണുന്നുണ്ട്. അള്ളാഹുവേ, നീ ശിവ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ബിൽ ബഗ്സ റബ്ബന്നാസി വശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ ളാഹിരിയം വബാത്തിനിയം വറൂഹാനിയം വജിസ്മാനിയം വശൈത്താനിയം വജിന്നിയം വസിഹ്രിയം വഅയ്നിയം വളുൽമിയം വഹസദിയ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ ബിഹഖി അലിഫ് ലാം മീം ഹിമായത്തുനാ കാഫ് യാ ഐൻ സ്വാദ് ബിഹഖി ജിബ്രീല വമീകായിൽ വഇസ്റാഫീല വഅസ്റായീൽ وبيك اسماء الحسنى وبيك بسم الله الرحمن الرحيم وبيك نور نبينا മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. കടക്കാരായി നീ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. കടം വീടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചവരുണ്ട്, അവരുടെ സംരംഭങ്ങളിൽ വിജയം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ 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 അല്ലാഹുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ അല്ലാഹുവേ. ഒരുപാട് മുറാദുകൾ മനസ്സിലുള്ളവരുണ്ട് റബ്ബേ, അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്നവരുണ്ട്, ഇതിൽ നല്ല നല്ല വർത്തമാനം പറയുന്നവരുണ്ട് റബ്ബേ. ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഇത് കൊടുക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ ഇതുകൊണ്ടൊരു വെളിച്ചം കിട്ടിയാൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദദിന് നീ കാരണമാക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. എൻ്റെ ഭാര്യാപിതാവ് റബീഉൽ-ആഖിറിലെ മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ ഉപ്പടക്കം ഒരുപാട് മാതാപിതാക്കൾ മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സന്താനങ്ങൾ മരിച്ചുപോയവരുണ്ട് ചെറുപ്പത്തിൽ, ഭർത്താക്കന്മാരും ഭാര്യമാരും മരിച്ചുപോയവരുണ്ട്, എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദര സഹോദരിമാർ, സന്താനങ്ങൾ, എല്ലാവർക്കും നീ ഖൈറായ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. നബീനാ ഇസ്ഹാഖ് റഹ്മാന്റെ മകന് സുഹൈൽ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയണം കേട്ടോ. ആമീൻ യാ അർഹമർ റഹീം. അപ്പം കണ്ടതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റക്കുള്ള ദുആയിൽ നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുത്തുക. മരിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3K നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷേ നിങ്ങളാക്കിയിട്ടില്ല.
സലാം പറഞ്ഞു പോയിക്കോളൂ കേട്ടോ. ഒന്നര മണിക്കൂറായി. ഭാര്യാപിതാവിന്റെ അസുഖം മാറാൻ നിസാർ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഖത്തറിൽ മഴ കുറവാണ്. അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖൈർ ഉദ്ദേശിക്കട്ടെ. കൊറോണ വന്ന് വെന്റിലേറ്ററിലാണ് ഹാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ആൾ, മസ്കറ്റിൽ. നാമി ഹബീബിങ്ങളെ റഹ്മാനെ നിശിഫ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ശിഫയിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ചേറ്റുവ ഖത്തീബായിരുന്ന അലി മുസ്ലിയാരുടെ ആണ്ടാണ് നാളെ. അള്ളാഹുവെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ, മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മർഹമത്ത് നൽകണേ തമ്പുരാനെ. നമ്മുടെ ഹബീബ് ഹിലർക്കയുടെ മകളുടെ കല്യാണമാണ് ഡിസംബർ 13. സന്തോഷകരമാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കട്ടെ. കൊറോണ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ഹബീബിങ്ങളുടെ ഒരു സംസ്ഥാന സംഗമം നമുക്ക് എന്തെങ്കിലും വെക്കാം. അങ്ങനെ ആഗ്രഹമുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടയിലൊക്കെ പലതും പലപ്പോഴും സംഭവിക്കുമല്ലോ. ഡിസംബർ 12-നാണല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു അനുയോജ്യമായ മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ദിവസം കൊറോണ കഴിഞ്ഞിട്ട് എല്ലാവർക്കും നേരിട്ട് കാണാൻ നമുക്കൊരു ലൈവ് പ്രോഗ്രാം നമ്മുടെ വലിയ ഉസ്താദന്മാരെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ലൈവായിട്ടല്ല, ഓഫ്ലൈനിൽ സ്റ്റേജ് പ്രോഗ്രാം, സ്ത്രീകൾക്കും സഹോദരനും കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാം. മനസ്സിലുണ്ട്, ഒരു സ്വപ്നമാണ്. അത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പോകാനുള്ള. तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीरे हरम मैं ഫക്കീറെ അജം. അങ്ങയുടെ സ്ഥാനം എവിടെയാണ് നബിയേ? എൻ്റെ സ്ഥാനം എവിടെയാണ് നബിയേ? തൂ അമീരെ ഹറം, അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയേ. മേ ഫക്കീറെ അജം, ഞാൻ ഫക്കീറാണ് നബിയേ. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാവരും ദുആ ചെയ്യണം. ബിഹക്കി മുഹമ്മദിൻ 10. അസ്സലാമു അലൈക്കും.